ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലിങ്ങനെ സദ്യയൊക്കെയാണ് ഓർമ്മ വരിക. എനിക്ക് കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണ് അവിയലല്ലേ. എൻ്റെ ഫേവറേറ്റാണ് അവിയൽ സദ്യയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സദ്യയിലുള്ള വിഭവം ഏതാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം വിഭവത്തിൽ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അവിയലിന് വേണ്ട പച്ചക്കറികൾ: കായ, മുരിങ്ങക്കായ, പയർ, ക്യാരറ്റ്, ചേന, കുമ്പളങ്ങ, ചെറിയൊരു കഷ്ണം കയ്പ. അവിയലിന് അങ്ങനെ ഇന്ന കഷ്ണമൊന്നുമില്ല, നമുക്ക് വേണ്ട എല്ലാ കഷ്ണങ്ങളും അതിൽ ചേർത്താൽ അവിയൽ അടിപൊളിയാവും. അപ്പോൾ അവിയലിന് ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത് പച്ചക്കറിയൊക്കെ. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങ വേണം കേട്ടോ. തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ച് മതി, അരയ്ക്കണ്ട, ഒന്ന് ചതച്ച് വെക്കാം. ഇനി നമ്മൾ അവിയൽ ഉണ്ടാക്കുന്ന പാത്രത്തിൽ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കണ്ടോ. വെളിച്ചെണ്ണ ഉടയാതിരിക്കും കഷ്ണമൊക്കെ. അങ്ങനെ വെളിച്ചെണ്ണ പച്ചയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയും ഈ പൊടികളും കുറച്ച് നനയാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിലാണ് വെക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് ഇനി അതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ച് കൊടുക്കാറില്ല കേട്ടോ, മോരാക്കിയിട്ടാണ്. തൈര് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് മോരാക്കും, എന്നിട്ടാണ് ഒഴിച്ച് കൊടുക്കാറ്. അല്ലെങ്കിൽ ഒരു പിരിഞ്ഞ പോലെ നിൽക്കും. ഇനി ആ മോരിൽ കിടന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ചതച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി അധികം ഒന്നും വേവേണ്ട കാര്യമില്ല. ആ തേങ്ങ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ആവി കയറിയ വാങ്ങി വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമ്മൾ കിടിലം അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒട്ടും കുറയില്ല. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു ഓണം വിഭവമായി കാണാൻ. ടാറ്റാ ബൈ, സീ യു.